കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഓരോ പ്രഭാതം കൂടെ കണ്ട് കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം ഇടവരുത്തിയ കർത്താവിൻ്റെ മഹാകരുണയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കട്ടെ. വളരെ പ്രാർത്ഥനയോട് തികഞ്ഞ ദൈവാസികത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുക. സങ്കീർത്തനങ്ങൾ 66 അതിൻ്റെ 12-ാമത് വാക്യം. നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി, ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഈ സങ്കീർത്തനത്തിനായിട്ട് അല്ലെങ്കിൽ ഈ വാക്യങ്ങൾക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മളെല്ലാവരും ശ്രദ്ധിക്കപ്പെടേണ്ട അനുഗ്രഹീതമായ ഒരു ചിന്തയാണ് നമ്മൾ വായിപ്പാൻ തക്കവണ്ണമണിയായി. എല്ലാ തോൽവിയുടെ പിറകിലും ഒരു ജയമുണ്ട്. സ്തോത്രം. ഇല്ലെങ്കിൽ എല്ലാ ജയത്തിൻ്റെ പിറകിലും ഒരു തോൽവിയുണ്ട്. പലപ്പോഴും പലരും നന്മയിലേക്കും അനുഗ്രഹത്തിലേക്കും വരുന്നു എന്ന് നമ്മൾ പലപ്പോഴും പലരെയും ചൂണ്ടിക്കാണിക്കാറുണ്ട്. അവർ അനുഗ്രഹിക്കപ്പെട്ടു, ഇവർ മാനിക്കപ്പെടുന്നു, ഇവർ ഉയർച്ച പ്രാപിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. പലപ്പോഴും അതിൻ്റെ പിറകിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പലപ്പോഴും പലരും എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. ഒരാൾ അനുഗ്രഹിക്കപ്പെടും, ഉദാഹരണത്തിന് ഒരു കാർ എടുക്കുക, അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കുകയോ സ്തോത്രം, ഇല്ലെങ്കിൽ ഭൗതികമായി ചില നന്മകൾ അവർ പ്രാപിക്കുമ്പോൾ പലർക്കും പലരോടും അസൂയ തോന്നാറുണ്ട്. അതിന് പ്രധാന കാരണം അവർ നന്മ പ്രാപിക്കുമെന്നുള്ളതാണ്. പക്ഷേ ആ നന്മ അവർ പ്രാപിക്കുന്നതിന് വേണ്ടി എത്രത്തോളം അവർ കഷ്ടപ്പെട്ടിരിക്കണം, എത്രത്തോളം അവർ വേദനപ്പെട്ടിരിക്കണം, എത്രത്തോളം അവർ പ്രയാസപ്പെട്ടിരിക്കണം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട വിഷയമല്ലേ ആന്ന്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ശ്രദ്ധിക്കപ്പെടുക, എല്ലാ നന്മകളുടെ പിറകിലും എല്ലാ അനുഗ്രഹത്തിൻ്റെ പിറകിലും പരാജയങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു പോസിറ്റീവാണ്. പക്ഷേ അതിൻ്റെ ആ വാക്യത്തിൻ്റെ ആദ്യത്തെ 2 ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചേ. നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി, ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു. ഒന്ന്, മനുഷ്യർ ഞങ്ങളുടെ തലയുടെ മുകളിലൂടെ കയറി നടക്കുമാറാക്കി, ഓടിക്കുമാറാക്കി എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ചിലപ്പോഴൊക്കെ പറയാറില്ലേ, ചില നമ്മുടെ തലയിൽ കയറി നിൽക്കുക, സ്തോത്രം, നമ്മളെ തകർക്കുവാൻ, നമ്മളെ ഉടച്ചു കളയുവാൻ തക്കവണ്ണം കച്ചകെട്ടി പുറപ്പെടുന്ന ആൾക്കാരുണ്ട് അല്ലേ. അതിനുവേണ്ടി പിശാച് പലരെയും നിർമ്മിച്ചു വിടാറുണ്ട്. ഇവിടെയും അങ്ങനെ തന്നെയാണ് വായിക്കുന്നത്. നീ മനുഷ്യനെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ചില വിഷയങ്ങൾ, ചില പ്രതിസന്ധികൾ, ചില പോരാട്ടങ്ങൾ, ചില നമ്മുടെ തലയുടെ മീതെ കൂടെ കടന്നു പോകുന്നത് ദൈവം അറിഞ്ഞിട്ടാണ്. അതാണ് ഇവിടെ പറയുന്നത്, നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി എന്ന് പഠിപ്പിക്കുന്നു. അടുത്ത സ്തോത്രം, അടുത്ത ഭാഗം പറയുന്നത് ഇങ്ങനെയാണ്, നീ ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടെ കടക്കേണ്ടി വന്നു. സ്തോത്രം. അപ്പോൾ ഒന്ന്, ഞങ്ങളുടെ തലമേൽ ചില പ്രയാസങ്ങൾ കടന്നു വന്നു, ചിലർ ഞങ്ങളുടെ തലയുടെ പുറത്തുകൂടെ ഓടിപ്പോയി. സ്തോത്രം. 2, തീയിലൂടെ വെള്ളത്തിലൂടെ കടക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ട്. തീ നശിപ്പിക്കുന്നതാണ്, വെള്ളം നമ്മെ മുക്കിക്കളയുന്നതാണ്. ഇതിലൂടെ കടക്കേണ്ടി വന്നു, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, പൊട്ടക്കിണറും പോത്തിപ്പൊന്ന വീടും കാരാഗ്രഹവും കണ്ടയാളാണ് യോസഫ്. ഈ 3 തലങ്ങളിലൂടെ യോസഫ് കടന്നുപോയിട്ട് ദൈവം യോസഫിനെ മാനിച്ച് ഫറവോന്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് മിസ്രയീമിന് ദൈവം അവനെ മേലധികാരിയാക്കി വെച്ചു. സ്തോത്രം. ക്ഷാമം കൊടുമ്പിരി കൊണ്ടപ്പോൾ യാക്കോബ് അയച്ച 10 മക്കൾ, ഇല്ലെങ്കിൽ യോസഫിന്റെ സഹോദരങ്ങൾ അവന്റെ അടുക്കൽ വന്ന് യജമാനനെ എന്ന് പറഞ്ഞ് നമസ്കരിക്കുമ്പോൾ അവൻ മനസ്സിലായി, ഇത് വേറെ ആരുമല്ല, എന്നെ പൊട്ടക്കണ്ടത്ത് എടുത്തിട്ടവരാ, മാത്രമല്ല സ്തോത്രമല്ലേ ലൂയ, ഇവരെന്നെ 20 വെള്ളിക്കാശിന് ഒറ്റ കൊടുത്തവരാണെന്ന് മനസ്സിലായി. ആദ്യം അവർക്ക് മനസ്സിലായില്ല. പിന്നത്തെ യോസേഫ് പറഞ്ഞു, ഞാനാണ്, സ്തോത്രം, നിങ്ങൾ എന്നെ പൊട്ടക്കെട്ട് തള്ളിയിട്ടില്ലേ, വിദ്യാന്റെ കച്ചവടക്കാർക്ക് വിറ്റ യോസേഫാണ് ഞാൻ, സ്തോത്രം, നിങ്ങളുടെ അനുജനാണ് ഞാൻ എന്ന് പറഞ്ഞ് അവർ തിരിച്ചറിവിലേക്ക് വരുന്നു. ഈ സമയത്ത് അവർ അപ്സെറ്റായി പോവുകയാണ്. സ്തോത്രം. അവരോട് യോസേഫ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഇതിനെ പ്രതി വ്യസനിക്കേണ്ട, വിഷമിക്കേണ്ട, വിഷാദിക്കേണ്ട. സ്തോത്രമല്ലേ, നിങ്ങളുടെ ജീവരക്ഷയ്ക്കായിട്ട് നിങ്ങൾക്ക് മുൻപേ എന്നെ ഇവിടേക്ക് ദൈവം അയച്ചിരിക്കുകയാണ്. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. നിന്റെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഓർക്കുക, ദൈവം അറിഞ്ഞിട്ടാണ്. കാരണം എന്നത്തിനാണ്, നിന്നെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശങ്ങൾക്ക് നിങ്ങളോട് ഉറപ്പിച്ച് ഞാൻ പറയാം, കഷ്ടതയുണ്ടോ, ദൈവം നിനക്കൊരു സമൃദ്ധി വെച്ചിട്ടുണ്ട്. ആ സമൃദ്ധിക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, കാത്തിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവ്, കഷ്ടതകൾ, ഞെരുക്കങ്ങൾ, പ്രയാസങ്ങൾ, ഒറ്റപ്പെടൽ, ഏകാന്തതകൾ ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നാലും ഞങ്ങൾ അനുഭവിക്കേണ്ട നന്മകൾ, സ്തോത്രം, പലപ്പോഴും പിശാച് ഞങ്ങൾ തട്ടിമാറ്റുന്നു എന്നുള്ള തോന്നിയാൽ പോലും
ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. അതിലേക്ക് അവിടെ ഞങ്ങളെ കൊണ്ടുവന്നിട്ട് ഈ സാഹചര്യങ്ങളിൽ ഈ തലങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ ദൈവത്തിൻ്റെ കരുണയും കൃപയും വെളിപ്പെട്ട് വരുവാൻ സ്വർഗ്ഗം ഇടവരുത്തും. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.